ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും തന്നെ വീടുകളിൽ കിച്ചൺ ടവലുകൾ യൂസ് ചെയ്യാറുണ്ടായിരിക്കും. കരിയുള്ള പാത്രങ്ങൾ പിടിക്കാനും ചൂടുള്ള പാത്രങ്ങൾ കൂട്ടിപ്പിടിക്കാനും അതേപോലെ തന്നെ കിച്ചണിലെ സ്ലാബ് തുടയ്ക്കാനൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ ക്ലോത്ത് പീസുകൾ യൂസ് ചെയ്യാറുണ്ട്. ചിലർ ടവലുകളൊക്കെ വാങ്ങിക്കും, ചിലരൊക്കെ പഴയ കോട്ടൺ ഡ്രസ്സിൻ്റെയൊക്കെ പീസസൊക്കെ കട്ട് ചെയ്തിട്ട് അതും യൂസ് ചെയ്യും. ഇതിലേത് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ കിച്ചൺ ടവലുകൾ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതും അതേപോലെ തന്നെ കിച്ചൺ ടവലിൽ അധികം അഴുക്കാവാണ്ടിരിക്കാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെയും പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് കിച്ചൺ ടവലുകൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കിച്ചൺ ടവൽ നല്ലപോലെ മഞ്ഞൾ പിടിച്ചിട്ടുണ്ട്, അതേപോലെ അഴുക്കൊക്കെ നല്ലോണം തന്നെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ കരി പിടിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഴുകി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ അഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ടവൽ അത്യാവശ്യം അഴുക്ക് പിടിച്ചിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ടവൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ ടവൽ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ അത്രയും വെള്ളം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര ടവലുകൾ വാഷ് ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകേണ്ട ക്ലോത്ത് പീസുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ടവൽ ഇതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിൽ ഈ ടവൽ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്ന് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് താത്തി കൊടുക്കുന്നുണ്ട്. ഈ ക്ലോത്ത് പീസ് വെള്ളത്തിൽ നല്ലോണം മുങ്ങിയിരിക്കണം. ഇപ്പം ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നല്ലോണം ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചപ്പോൾ തന്നെ ഇതിൽ അഴുക്കൊക്കെ നല്ലോണം തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളം നല്ലോണം തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് ഈ ടവൽ ഇതിൽ നിന്നും എടുക്കാം. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ ടവലിലുള്ള അഴുക്കൊക്കെ നിങ്ങൾക്ക് പോയതായിട്ട് മനസ്സിലാവും. ഇതിലുള്ള ഈ മഞ്ഞളിൻ്റെ കറയും അതെല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി കൊടുക്കാം. ജസ്റ്റ് ഇതിലുള്ള ഈ സോപ്പിൻ്റെ പത പോകുന്നത് വരെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി കൊടുത്താൽ മതി. ഒരുപാട് നമ്മളിട്ട് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മുടെ ടവൽ നല്ലോണം ക്ലീനായി കിട്ടും. ഇതിലുള്ള ഈ സോപ്പ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ലോണം കളർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇതിലുള്ള അഴുക്കും പോയിട്ടുണ്ട്, മഞ്ഞളിൻ്റെ കറകളും എല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ടവലിൽ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ എങ്ങനെ ചെയ്താലും മഞ്ഞളിൻ്റെ കറയും കരിയുണ്ടെങ്കിൽ അതുമൊക്കെ ചിലപ്പോൾ ഇതിൽ തന്നെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം തന്നെ അഴുക്ക് പോയി കിട്ടും, പുതിയ ടവൽ പോലെ ആയി കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് ഉരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ കിച്ചൺ ടവലിൽ അധികം അഴുക്ക് പിടിക്കാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിക്കൻ പൊരിക്കുക അല്ലെങ്കിൽ മീൻ പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റവിൻ്റെ മുകളിലും അതേപോലെ തന്നെ സൈഡിലുള്ള ചുമരിലൊക്കെ അഴുക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലുള്ള എണ്ണയൊക്കെ തെറിച്ചിട്ട് മഞ്ഞക്കറയൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കിച്ചൺ ടവലെടുത്ത് തുടയ്ക്കുന്നതിന് പകരമായിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ചെറിയൊരു ന്യൂസ് പേപ്പറിൻ്റെ പീസോ വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുക. ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം മാത്രം കിച്ചൺ ടവൽ വെച്ച് തുടച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ പേപ്പർ വെച്ച് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അഴുക്കും ഈ പേപ്പറിൽ തന്നെ പോന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കിച്ചൺ ടവൽ അധികം എണ്ണമെഴുക്കൊന്നും ആവില്ല. അപ്പോൾ ഞാനിവിടെ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കഴിയുമ്പോൾ അത്യാവശ്യം അഴുക്ക് ടിഷ്യൂ പേപ്പറിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം മാത്രം നമ്മൾ കിച്ചൺ ടവൽ വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നല്ല പോലെ അഴുക്കുള്ള സമയത്ത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസോ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടവലിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് പറയുന്നതും ഇതേപോലെ തന്നെയുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ചിലർക്കൊക്കെ എപ്പോഴും ടിഷ്യൂ പേപ്പറൊന്നും വാങ്ങാൻ സാധിച്ചൊന്നും വരില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ ഒന്നെങ്കിൽ പഴയ ഡ്രസ്സിൻ്റെ പീസസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ
സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ വെട്ട് തുണികളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് നമുക്ക് ഈ വേസ്റ്റായിട്ട് കളയുന്ന ക്ലോത്ത് പീസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നീളത്തിലുള്ള പീസസ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ക്ലോത്ത് പീസുകൾ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കിച്ചൺ ടവൽ അധികം അഴുക്കാവാണ്ടിരിക്കും. അതേപോലെ തന്നെ പഴയ കോട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പീസസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പല പല വലുപ്പത്തിലൊക്കെയാണ് ഉള്ളത്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഞാൻ മടക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇതാക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ സ്റ്റൗവിലൊക്കെ നല്ലോണം അഴുക്ക് പിടിച്ച സമയത്തൊക്കെ ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമുക്ക് തുടയ്ക്കാം. അതിനുശേഷം ഇതങ്ങ് കളഞ്ഞാൽ മതി. അതേപോലെ തന്നെ കിച്ചൺ സ്ലാബിലൊക്കെ എന്തെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും 2-3 പീസൊക്കെ ഉപയോഗിച്ച് നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കിച്ചൺ ടവലിൽ അധികം അഴുക്കാവില്ല. ഏറ്റവും അവസാനം ഒന്ന് കിച്ചൺ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. എണ്ണയും മെഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് തുടച്ചിട്ട് അങ്ങ് കളഞ്ഞാൽ മതി. പിന്നീട് ഇത് കഴിയാറാകുമ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ചെറിയ ചെറിയ ക്ലോത്ത് പീസസ് കട്ട് ചെയ്തിട്ട് ഈ കുപ്പിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്